Hello, my name is Amit and I'm going to explain about process assessment and improvement, specifically software process assessment and improvement in software engineering. So, before we move on to the main content, we can understand some basic introduction. So, എന്താണ് സോഫ്റ്റ്വെയർ പ്രോസസ്സ്? സോ സോഫ്റ്റ്വെയർ പ്രോസസ്സ് ഈസ് നത്തിങ് ബട്ട് എ സ്ട്രക്ചേർഡ് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ്. നമുക്കിപ്പോൾ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് ആവാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യുന്നോ അതൊക്കെ ഒരു പ്രോസസ്സാണ്. അതിനൊക്കെ നമുക്ക് പ്രോസസ്സ് എന്ന് പറയാം. അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടാൻ നമ്മളിപ്പം ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ഉണ്ടാവും, ടെസ്റ്റിംഗ് സ്റ്റേജ് ഉണ്ടാവും, ഡിപ്ലോയ്മെൻറ്റ് സ്റ്റേജ് ഉണ്ടാവും, പ്ലാനിങ് സ്റ്റേജ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ഒരു പ്രോസസ്സാണ്. ഇപ്പം നമ്മളിപ്പോൾ പ്രോസസ് മോഡൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ വാട്ടർഫോൾ, എച്ചൈൽ മോഡൽസ് എന്നും മറ്റു കുറേ നമ്മൾ മോഡൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ മോഡൽസ് ഒക്കെ എങ്ങനെയാണോ നമ്മൾ ഈ പ്രോസസ്സിനെ അറേഞ്ച് ചെയ്യുന്നത് അത് വെച്ചിട്ട് ഡിഫൈൻ ചെയ്യുന്നതാണ്. എങ്ങനെയാണോ നമ്മൾ ഈ പ്രോസസ്സിനൊക്കെ അലൈൻ ചെയ്യുന്നത്, ഓരോ അലൈൻമെൻറ്റിന് ഓരോ പേരിടുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. സോഫ്റ്റ്വെയർ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നത്തിങ് ബട്ട് എ സ്ട്രക്ചേർഡ് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ്. ഓക്കെ, സോ വൈ സോഫ്റ്റ്വെയർ പ്രോസസ് മാറ്റേഴ്സ്? സോ നമ്മളിപ്പോൾ ഇത് ഏകദേശം പറഞ്ഞ മൊഡ്യൂലാരിറ്റിയാണ്. നമ്മളൊരു വലിയ പ്രോസസ്സിനെ ചെറിയ പ്രോസസ്സ്, ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക മീൻസ് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുന്നതിന് മുമ്പുള്ള കുറേ സ്റ്റേജസിനെ ഓരോ പ്രോസസ്സ് ഇതാക്കി ചെറുതാക്കി. അപ്പോൾ എന്തുകൊണ്ട് സോഫ്റ്റ്വെയർ പ്രോസസ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് എൻഷുവേഴ്സ് പ്രൊഡക്റ്റ് ക്വാളിറ്റി, റെഡ്യൂസ് ദ എറർ ആൻഡ് റീവർക്ക്. ഓരോ സ്റ്റേജിൽ ഓരോന്ന് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ പറ്റും. നമുക്ക് എറേഴ്സും റീവർക്കിൻ്റെ ഇത് കുറക്കാം. കാരണം നമ്മളെല്ലാം കൂടെ എല്ലാം ഒപ്പരല്ല ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു പ്രോസസ്സ് ചെയ്യും, എന്നിട്ട് അടുത്ത പ്രോസസ്സിലേക്ക് പോകും, അങ്ങനെ ഓരോന്നായിട്ട് പോവാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഫിഷ്യൻസി കൂടും. ഒരേ മീൻസ് ഒരേ ടൈം നമുക്ക് വേണ്ടി കുറേ ആൾക്കാർക്ക് ഒപ്പരം വർക്ക് ചെയ്തിട്ടുള്ള ഇതാക്കാം, ഒരു പ്രോസസ്സിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഡെഡ് ലൈൻസിന് മുമ്പ് നമുക്ക് ഇതൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും. There is a core philosophy that the quality of the system is highly influenced by the quality of process used to develop it. നമ്മൾ ആ ഒരു സിസ്റ്റത്തിൻ്റെ ക്വാളിറ്റി, അതായത് ആ ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഹൈലി ഡിപ്പെൻഡൻ്റ് ഓൺ, ഓക്കെ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു whom? The process used to the quality of the process used to develop it. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മളെ കോർ പാർട്ടിലേക്ക് നമുക്ക് പോവാം. In this, we are going to explain what is process assessment. So what is process assessment? So based on the current condition, okay, current scenario, we evaluate the process. We systematically evaluate the process. That's it about the process assessment. So why do we do this? So we do this in order to measure the efficiency and the maturity. Okay, so അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് നമ്മളിപ്പം ഒരു ചെക്കപ്പിന് പോകുന്നത് എങ്ങനെയാണ്? ഡോക്ടർ നമ്മളെ ഒന്ന് പരിശോധിക്കും, അസസ് ചെയ്യും, നമുക്ക് ഉള്ള എന്താണോ വീക്ക്നെസ് അത് നമുക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ കുറേ പ്രോസസ്സ് ഉണ്ടല്ലോ, ഇത് ഓരോരാളും പല തരത്തിലായിരിക്കും ചെയ്യുക. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവാലുവേറ്റ് ചെയ്യും. ഓരോ പ്രോസസ്സിനെ ഇവിടെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് എത്രമാത്രം എഫിഷ്യൻ്റ് ആണ്, എത്രമാത്രം മെച്ചുവേർഡ് ആണ്, അതിനെന്തൊക്കെ വീക്ക്നെസ് ഉണ്ട്, അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോസസ് അസസ്മെൻ്റ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ വേറെന്ന് പറയുന്നത് വെച്ചാൽ, നമ്മളതിന് ഫോർമൽ ഡെഫിനിഷൻ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ a disciplined examination of software process used by an organization. Okay, so ഒബ്ജക്റ്റ് നമുക്ക് ഇതുകൊണ്ട് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്, പ്രോസസ് അസസ്മെൻറ്റോട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ് നമ്മൾ പറയുന്നത്. എന്തിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്? സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ we need to identify the strength and the weakness. ഞാൻ പറഞ്ഞു, ഓരോ പ്രോസസ്സിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും. നമ്മൾ ഇപ്പോൾ
എന്ത് ഫ്ലോയിലാണ് നമ്മൾ ഈ ഡെവലപ്മെൻറ്റ് നടത്തുന്നത് അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അസസ് ചെയ്യുന്നത്. എല്ലാവരും അസസ് ചെയ്യപ്പെടണം അല്ലേ? ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇപ്പോൾ എക്സാം വെക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ ഓരോ സെമസ്റ്ററിൻ്റെ ലാസ്റ്റ് എക്സാം എന്തിനാണ് വെക്കുന്നത്? നമ്മൾ പഠിച്ചോ ഇല്ലയോ എന്നുള്ളത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? പഠിച്ചവർ ആ പരീക്ഷ പാസ്സാവും, ഇല്ലാത്തവർ മാർക്ക് കുറയും. അതുപോലെ തന്നെ ഓരോ പ്രോസസ്സിനും അസസ് ചെയ്യുക, അതിൻ്റെ സ്ട്രെങ്ത് എന്താ, വീക്ക്നെസ് എന്താ, നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന ഗൈഡ് ലൈൻസും ഫോളോ ചെയ്യുന്ന മെത്തേഡും ഫോളോ ചെയ്യുന്ന ടെക്നിക്കെല്ലാം ഓക്കെ ആണോ, ഫാൻറ്റാസ്റ്റിക് ആണോ, അത് നോക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. ഇത് ഇപ്പം നമുക്ക് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പെർഫോമൻസ് നമുക്ക് കൂട്ടാൻ പറ്റും. ഓക്കെ, സോ അസസ്മെൻറ്റ് നമുക്ക് വേണമെങ്കിൽ 2 തരത്തിൽ ചെയ്യാം. ഒന്നെങ്കിൽ സെൽഫ് അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് അസസ്മെൻറ്റ്. സെൽഫ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ടീം തന്നെ ഒന്ന് റിവ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഓഡിറ്റർ അല്ലെങ്കിൽ കൺസൾട്ടൻറ്റ് വരും. ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇതിനടുത്ത് ISRO കണ്ടിന്യൂസ് ആയിട്ട് 2 റോക്കറ്റ് വിക്ഷേപണം ഫെയിലായിപ്പോയി കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ അവിടെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണലായിട്ട് നമ്മൾ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ വരിക ചെയ്ത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് അസസ്മെൻറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. സെൽഫ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഉള്ളിലെ തന്നെ ഇപ്പോൾ ഈ അജിത് ഡോവാൽ പോകുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ ഉള്ളിൽ നിന്ന് തന്നെ ഒരു റിവ്യൂസ് എല്ലാം നടത്തിയിട്ടുണ്ടാവും. അത് സെൽഫ് അസസ്മെൻറ്റ്. ഓക്കെ, സോ ഇനി അസസ്മെൻറ്റ് പ്രോസസ്സ് ഒരു സൈക്കിൾ ഉണ്ട്. എങ്ങനെയാണ് ഇത് അസസ് ചെയ്യുന്നത്? ഇപ്പോൾ എല്ലാത്തിനും ഒരു സ്റ്റെപ്പ് ഉണ്ടാവില്ല. ഇവിടെയും അങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് പ്രിപ്പറേഷൻ, നമ്മളൊരു സ്കോപ്പും എന്താണ് ഇതിൻ്റെ ഒരു ഔട്ട്കം നമ്മൾ ആദ്യമേ സെറ്റാക്കി വെക്കും. എന്താണ് നമുക്ക് ഇതിലൂടെ വേണ്ടുന്നത് ആക്കി വെക്കും. പിന്നെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും. ഇൻ്റർവ്യൂസ്, ക്വസ്റ്റ്യനേഴ്സ്, ഡോക്യുമെൻറ്റ്സ് എന്നെല്ലാം വെച്ചിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും. എന്നിട്ട് ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് മോഡലായിട്ട് നമ്മൾ കിട്ടിയ ഡാറ്റയെല്ലാം വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. എന്നിട്ട് കിട്ടിയ സാധനം നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് നമ്മൾ ഒരു മീനിങ് ആയിട്ടുള്ള ഡാറ്റ കിട്ടും. ആ ഡാറ്റ നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് പ്രസൻറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതുവഴി എന്താണ് ഇപ്പോഴത്തെ വീക്ക്നെസ്, എന്താണ് സ്ട്രെങ്ത്, അതുവഴി നമുക്ക് മനസ്സിലാക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ സെമിനാറിൻ്റെ 2ാമത്തെ സെക്ഷനായിട്ടുള്ള സോഫ്റ്റ്വെയർ പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ്. ഓക്കെ, സോഫ്റ്റ്വെയർ പ്രോസസ് അസസ്മെൻറ്റ് നമ്മൾ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു. ഇനി പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ്, സോഫ്റ്റ്വെയർ പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ് ഇതെന്താ വെച്ചാൽ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് എ സോഫ്റ്റ്വെയർ പ്രോസസ്. ഇത് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, അസസ്മെൻറ്റ് എന്താ ചെയ്യുക? അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ മാത്രമാണ്. അവിടെ നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ആവാന്നുള്ളൊരു ഒരു പാർട്ട്, സെൽഫ് അസസ്മെൻറ്റ് പാർട്ട് നമുക്ക് ചെയ്തു തരില്ല. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ പ്രോസസ്സ് ഇമ്പ്രൂവ്മെൻറ്റ് എന്ത് ചെയ്തെന്നാൽ, നമുക്ക് സോഫ്റ്റ്വെയർ പ്രോസസ്സിൻ്റെ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും കൂട്ടാം. അതാണ്. അപ്പോൾ ഇവിടെ SCIൻ്റെ ഒരു ഐഡിയൽ മോഡലുണ്ട്. SCI എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒരു ഐഡിയൽ മോഡലുണ്ട് സോഫ്റ്റ്വെയർ പ്രോസസ് ഇമ്പ്രൂവ്മെൻറ്റ്. അതെന്ന് വെച്ചാൽ ഇനീഷ്യേറ്റിംഗ്, സ്റ്റാർട്ടിങ് ദ ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാം, ഡയഗ്നോസിങ് മീൻസ് അസസിങ് വെയർ വി ആർ, നമ്മളിപ്പോൾ ഏത് സ്റ്റേജിലാണ് ഉള്ളത്, നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. 2ാമത്തെ സ്റ്റേജിൽ നമ്മളിപ്പോൾ വിലയിരുത്തണം നമ്മളിപ്പോൾ എവിടെയുള്ള. നമ്മൾ പിന്നെ പ്ലാനിങ്, എസ്റ്റാബ്ലിഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാറാൻ തീരുമാനിച്ച ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാൻസ് ഇല്ലേ, അത് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ആക്ടിങ് മീൻസ് ചെയ്ത പ്ലാനൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ലേണിങ്, റിവ്യൂ ചെയ്യുന്നു. ഇതാണ് SCIൻ്റെ ഐഡിയൽ മോഡൽ. ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അസസ്മെൻറ്റ് ആൻഡ് ഇമ്പ്രൂവ്മെൻറ്റ്. ഞാൻ ആദ്യമേ പറഞ്ഞു, അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇഷ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യുക മാത്രമേ ചെയ്യൂ. ഇമ്പ്രൂവ്മെൻറ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ
ആ കിട്ടി ഐഡൻറ്റിഫൈ ചെയ്ത സാധനത്തിന് ഫിക്സ് ചെയ്യാൻ നോക്കും സിസ്റ്റമാറ്റിക് അപ്രോച്ച് വെച്ചിട്ട്. അപ്പോൾ ഇതൊരു എവർ എൻഡിങ് പ്രോസസ്സാണ്. അസസ് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക, പിന്നെയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം, അത് പിന്നെയും അസസ് ചെയ്യുക, ഫൈൻഡിങ് ദ ഇഷ്യൂ, ഫിക്സിങ് ദ ഇഷ്യൂ, ഫൈൻഡിങ് ദ ഇഷ്യൂ, ഫിക്സിങ് ദ ഇഷ്യൂ, goes on. It's ever lasting until we get the നമുക്ക് വേണ്ടുന്നൊരു നമ്മൾ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് സോഫ്റ്റ്വെയർ കിട്ടുന്നവരെ. ഓക്കെ. സോ ചില സോഫ്റ്റ്വെയർ അസസ്മെൻറ്റിന് ഉപയോഗിക്കാൻ ഇവിടെ കുറച്ച് മോഡൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് CMMI, ISO IEC 15504, ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് SPICE, പിന്നെ ISO 9001. ഇവിടെ ഞാൻ CMMIനെ പറ്റിയിട്ട് കുറച്ച് ബ്രീഫായിട്ട് പറയാം. CMMI എന്ന് പറയുന്നത് കേപ്പബിലിറ്റി മെച്യൂരിറ്റി മോഡൽ ഇൻ്റഗ്രേഷൻ. ഇത് ഉണ്ടാക്കിയത് SEI, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയറിൻ്റെ ഒരു അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അസസ്മെൻറ്റ് ആൻഡ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മോഡലാണ്. സോ ഇവിടെ CMMI എന്ന് പറയുന്നത് ഓരോ ഓർഗനൈസേഷൻ, ഓരോ കമ്പനീനെയും ഓരോ റാങ്കിലാണ് ഇത് കാണുക. അതിൽ CMMI റാങ്ക് ഓർഗനൈസേഷൻ 5 ലെവൽസിലായിട്ടായിരിക്കും കാണുക. അപ്പോൾ അതൊന്നും കൂടി പറയാനാണെങ്കിൽ ഇത് ഈ താഴെ കാണുന്ന ഈ 5ഉം ലേബൽസാണ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുന്ന ഒരു ഇതില്ലേ, എന്താ പറയുക, നല്ല എബവ് 80 ആണെങ്കിൽ A+, അങ്ങനെ അതൊരു ലേബലല്ലേ. അതുപോലെ തന്നെ ഇവിടെ അതൊരു ലേബലാണ്. ഇവിടെ ഒരു കമ്പനി CMMI അസസ്മെൻറ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ, അതായത് അത് ഓഡിറ്റ് ചെയ്യപ്പെടുമ്പോൾ, ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഓഡിറ്റ് ചെയ്ത കഴിഞ്ഞുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതിലേതെങ്കിലും ഒരു ലേബലായിരിക്കും. ഓക്കെ. ഇവിടെ ലെവൽ 1 എന്ന് പറയുന്നത് ഇനീഷ്യലാണ്. ഇത് കുറച്ച് കയോറ്റിക് ആൻഡ് അൺപ്രഡിക്റ്റബിൾ ആണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ എന്താ പറയുക, ഒരു വലിയ ഡിസിപ്ലിൻ ആയിട്ടൊന്നല്ല ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിക്ക് ഈ ഇനീഷ്യൽ എന്ന് പറയുന്ന ലേബലാണ് CMMI ഓഡിറ്റിങ്ങിന് ശേഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അത് കുറച്ച് കയോട്ടിക് ആൻഡ് അൺപ്രഡിക്റ്റബിൾ ആണ്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് സക്സസ് എന്ന് പറയുന്നത് ഡിസിപ്ലിനോ അങ്ങനെയൊന്നും ഇല്ലാതെ ഫോളോ ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ അത് ഇനീഷ്യൽ എന്ന് പറയുന്ന ലേബലായിരിക്കും അതിന് കിട്ടുക. മാനേജ്ഡ് എന്ന് പറയുന്ന ഒരു ലേബലാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് വെച്ചാൽ അത് പ്രൊജക്റ്റ് ലെവലിൽ എല്ലാം പ്ലാൻഡ്, മെഷേർഡ് ആൻഡ് കൺട്രോൾ ആയിരിക്കും. അതിൽ ആൾക്കാർ ഡോക്യുമെൻ്റ് എവറിത്തിങ്, അവർ എന്താണോ ഡോക്യുമെൻ്റ് ചെയ്യേണ്ടത് അതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കും. ഇൻ കേസ് ദേ ഡോണ്ട് റിപ്പീറ്റ് ദ സെയിം മിസ്റ്റേക്ക് അഗെയിൻ, ഒരു ആവർത്തിച്ച മിസ്റ്റേക്ക് പിന്നെയും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരത് റെക്കോർഡ് ചെയ്ത് വെക്കും. ഓക്കെ. ഞാൻ ഒന്നുകൂടി പറയാം. ഇവിടെ ഇപ്പോൾ ഒരു CMMI ഓഡിറ്റിങ്ങിന് ശേഷം ഒരു കമ്പനിക്ക് ഇനീഷ്യൽ എന്ന് പറയുന്നൊരു ലേബലാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് വെച്ചാൽ അവിടെ വലുതായിട്ട് എന്നാൽ ഒരു ഡിസിപ്ലിനറി ആയിട്ടൊന്നും മൂവ് ചെയ്യുന്നുണ്ടാവില്ല, ഒരു റിയൽ പ്ലാൻ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. അവിടെ പ്രൊജക്റ്റ് സക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ഏതെങ്കിലും ഒരു നല്ല സീനിയർ ആയിട്ടുള്ള 2 നല്ല ഡെവലപ്പർ എല്ലാം കാരണമാകാം അത് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവുക. അതിപ്പോൾ അവർ പോയാൽ, ആ കമ്പനി ലെഫ്റ്റ് ചെയ്താൽ പിന്നെ ആ പ്രൊജക്റ്റിൻ്റെ കാര്യം എന്താണ് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അതാണ് ഇനീഷ്യൽ എന്ന് പറയുന്ന ലേബലിൽ അർത്ഥം. മാനേജ്ഡ് എന്ന് പറയുന്ന ലേബലാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്ന് വെച്ചാൽ ചെറിയ പ്ലാനിങ് ഉണ്ട്. ഓക്കെ. ഇനി ലെവൽ 3 ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ സ്റ്റാൻഡേർഡൈസ്ഡ് ലെവൽ. ഓക്കെ. ഇതാണ് ദ റിയൽ കമ്പനി വേ. ഓക്കെ. നമ്മളെ മാനേജ്ഡ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രൊജക്റ്റും അവരവരെ രീതിയിൽ ബിഹേവ് ചെയ്യും, അവരവരെ ഇതിൽ ഡിസിപ്ലിനറി, അവരവരെ ഇതിൽ അവർ ട്രാക്ക് ചെയ്ത് വെക്കുന്നതാണെങ്കിൽ
സ്റ്റാൻഡേർഡ് ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ലേബലാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കമ്പനി എന്തായാലും ഓരോ പ്രൊജക്റ്റ് ഓരോ രീതി ചെയ്യുന്നതിന് പകരം എൻറ്റയർ കമ്പനി ഫോളോസ് വൺ സെറ്റ് ഓഫ് റൂൾ. ഓക്കെ, വെദർ യു ആർ ഇൻ ടീം എ ഓർ ടീം ബി, യു യൂസ് ദ സെയിം ടെംപ്ലേറ്റ്. ഒരേ റൂള്, ഒരേ കോഡിംഗ് സ്റ്റാൻഡേർഡ്, ഒരേ സെയിം ടെസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. മറിച്ച് മാനേജ്ഡ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ആയിരിക്കില്ല. ഓരോ പ്രൊജക്റ്റിനും ഓരോ ടെക്നിക്കായിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ലെവൽ 4 എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ്ലി മാനേജ്ഡ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ യൂസേജും കൂടി കൂട്ടിയിട്ട് ദേ പ്രെഡിക്റ്റ് ഫ്യൂച്ചർ. ഓക്കെ, അവരെല്ലാം മെഷർ ചെയ്യും. ഇനി ലെവൽ 5 എന്ന് പറയുന്നത് ഒപ്റ്റിമൈസിങ്. ഇങ്ങനെ ഒരു ലേബലാണ് നമുക്ക് നമ്മളൊരു കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ CMMI ഇതിന് ശേഷം ഓഡിറ്റിങ്ങിന് ശേഷം ഒപ്റ്റിമൈസിങ് എന്ന് പറയുന്ന ഒരു ലേബലാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ദേ ആർ ഓൾറെഡി ഗ്രേറ്റ്. ഓക്കെ, they are obsessed with getting faster and better. They look at new technologies to remove even the smallest human errors. Okay, so അവരൊരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അവരെപ്പോഴും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കമ്പനി ആണെങ്കിൽ അവർക്ക് CMMI ഓഡിറ്റിങ്ങിന് ശേഷം ലെവൽ 5, അതായത് ഒപ്റ്റിമൈസിങ് ദ എലൈറ്റ് ലെവൽ എന്ന് പറയുന്നൊരു ലേബിൾ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു CMMI ഓഡിറ്റിങ്ങിന് ശേഷം നമുക്ക് മനസ്സിലാവും, ആ ലേബലിനെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവും ആ കമ്പനി എങ്ങനത്തെ ഒരു കമ്പനിയാണ്, ആ കമ്പനി എന്ത് ടൈപ്പാണ്, എങ്ങനെയാണ് അത് റണ്ണ് ചെയ്യുന്നത് എന്നെല്ലാം നമുക്ക് മനസ്സിലാവും. ഇവിടെ ഇപ്പോൾ ഒരു ബിഗ് ഗവൺമെൻറ് പ്രൊജക്ട്സ് ഒക്കെ ആണെങ്കിൽ, ലൈക്ക് ഇപ്പോൾ നാസ ഓർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാസീവ് കോർപ്പറേറ്റ് കോൺട്രാക്ട്സ് ആണെങ്കിൽ റൂൾ എന്താണെന്ന് വെച്ചാൽ ആ കമ്പനി എന്തായാലും CMM ലെവൽ 3 അതിന് ഹയറോ ആയിരിക്കണം. CMM ലെവൽ 1 or 2 ആണെന്ന് മീൻസ് അതിനർത്ഥം കമ്പനി എന്നും റിലയബിൾ ആണെന്ന് അവരെന്നും പ്രൂവ് ചെയ്തിട്ടില്ല, അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് വിചാരിക്കുക. ഇപ്പോൾ ആദ്യം ഒരാളൊരു വെറുതെ ചെറുതായിട്ടൊന്ന് തുടങ്ങിയെന്ന് വിചാരിക്കുക. അവിടെ ഒരു ഹെഡായിട്ടൊരു ഷെഫ് കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ ആ ഷെഫിൻ്റെ കഴിവിൽ ആ ഹോട്ടൽ നല്ല വൃത്തിക്ക് റൺ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഷെഫ് പോയാൽ അത് എൻ്റെ ക്രെഡിബിലിറ്റിയും റിലയബിലിറ്റി എല്ലാം പോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അത് ലെവൽ 1 വരുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ ലെവൽ 2 എന്ന് പറഞ്ഞാൽ അവർ ആ ഫ്രാഞ്ചൈസ് കുറച്ചും കൂടി വലുതാക്കി. ഇപ്പോൾ 2-3 ടൗൺസിൽ, ടൗൺ A, ടൗൺ B, ടൗൺ Cയിലൊക്കെ ആക്കിയെന്നിരിക്കും. മൂന്ന് തരത്തിലാണ് റൺ ചെയ്യുന്നത്. പക്ഷേ ദേ ആർ എഫിഷ്യൻറ്റ്. ബട്ട് മൂന്ന് തരത്തിലാണ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലെവൽ 2 ആയി. ഇനി ഈ 3 ടൗണിലെ റെസ്റ്റോറൻറ്റും സെയിം റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് ലെവൽ 3 ആയിരുന്നു. പിന്നെ ലെവൽ 4 എന്ന് പറയുമ്പോൾ ഈ 3 ടൗണിലെ ഈ റെസ്റ്റോറൻറ്റ് തെച്ചും സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം ഉപയോഗിച്ചിട്ട് ഫ്യൂച്ചറിൽ അവരുടെ ബിസിനസ് എങ്ങനെയാവും, ഫ്യൂച്ചറിൽ അവരെങ്ങനെ റൺ ചെയ്യും, വർക്ക് ചെയ്യുന്നെല്ലാം കാണിക്കുന്നതാണ് അത് ലെവൽ 4. ലെവൽ 5 എന്ന് പറയുന്നത് ഓൾറെഡി ഒരു എലൈറ്റ് ഇതായി. ഓക്കെ, ഓൾറെഡി ഒരു എലൈറ്റ് ഇതായി. പക്ഷെ അവർ എന്തെങ്കിലും ഒരു സ്മോൾ മിസ്റ്റേക്ക് കണ്ടുപിടിച്ചിട്ട് അതിനെങ്ങനെയെങ്കിലും റെക്ടിഫൈ നോക്കിയിട്ട് ദേ വോണ്ട് ടു ബിക്കം ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ്. അങ്ങനെ ഒരു ഇതാണെങ്കിൽ അത് ലെവൽ 5 ആണ്. ഓക്കെ, സോ ഇതാണ് CMMIൻ്റെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ. സോ ഇനി പ്രോസസ് അസസ്മെൻറ്റ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റിൽ വരുന്നൊരു കോമൺ ചാലഞ്ചസ് എന്താണെന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ടു ചേഞ്ച്. ഇപ്പം ചില കമ്പനിക്ക് കാലം മാറുന്നതിനനുസരിച്ചിട്ട് മാറാൻ ഒരു റെസിസ്റ്റൻസ് തോന്നാം. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു ടൈം കൺസ്യൂമിങ് ആൻഡ് ഒരു ഹ്യൂജ് ആയിട്ടുള്ള റിവാർഡ് ഒറ്റയടിക്ക് നമുക്ക് കിട്ടില്ല. ഇവിടുന്ന് ഒരു ചെറിയൊരു ഇതായിരിക്കും അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടും.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാറാനൊരു റെസിസ്റ്റൻസ് തോന്നാം. പിന്നെ ലാക്ക് ഓഫ് റിസോഴ്സസ്, അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ. ലൈക്ക് നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും അസസ്മെൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് സ്റ്റെപ്പിൽ ഇട്ടാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് അതിനെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല അത് ട്രൂ ആയിരിക്കും ഫോൾസ് അല്ല, മീൻസ് അതിൻ്റെ ഔട്ട്പുട്ട് എന്നാ നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, സോ ഇതെല്ലാം ഇതിൻ്റെ ചാലഞ്ചസ് വരുന്നത്. സോ താങ്ക് യു.